ജനഘട്ടം റെഡിയായോ? പുറപ്പെടുകയാണ്. നിങ്ങളൊക്കെ ഓന്റെ ചങ്ങായിമാരല്ലേ, നിങ്ങൾ ഉത്സാഹിക്കുമ്പോൾ ഇരിക്കും ഓന്റെ തീരുമാനങ്ങൾ. ഇതെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. ഇന്നത്തോടെ ശരിയാവും. അതിനല്ലേ ഞങ്ങൾ വന്നത് അല്ലടാ. ചായ കൊടുക്ക്. ഉണ്ട് പോയല്ലോ. ജനങ്ങൾ നിങ്ങളെപ്പോലെ രണ്ട് കൂട്ടുകാർ കിട്ടിയത് നന്നായി. സ്നേഹബന്ധം എന്ന് പറഞ്ഞാലേ ഇതൊക്കെ തന്നെയാണ് അച്ഛാ. അച്ഛാ, നാളികേരത്തിന്റെ സ്ഥിതിപ്പെന്താ? 2 തെങ്ങിന്റെ മുകളിൽ കയറിയാ കൊടുക്കണ പൈസക്ക് 10 തെങ്ങിന് തേങ്ങയാണോ? അത് ശരിയാ. GST ഒക്കെ ഇപ്പൊ വലിയൊരു പ്രശ്ന. അങ്ങനെ തോറ്റപ്പെടെ ഒന്നും കളിക്കൂല. ഞാനിപ്പോ വരെ എന്നാലേ ഈ പറഞ്ഞ കാര്യം മൂപ്പർക്ക് വൃത്തം കിട്ടിയില്ല കേട്ടോ. എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടിയില്ലേനി. ആണോ? ഞാൻ ഇന്നലെ കവലേന്ന് മാസ പ്രസംഗത്തില GST എന്താന്ന് അറിയുന്നത്. ഓൻ ഇപ്പോഴെങ്കിലും പോവാൻ തോന്നിയത് നന്നായി. ദൈവാധീനം. ഇവൻ ചായ ഉണ്ടാക്ക്. പിന്നെ പാക്കറ്റ് പാൽ എടുക്കണ്ട, കറന്ന വൈകുന്നേ ആയിക്കോട്ടെ, കുട്ടുള്ളാനേ. പിന്നെ പറമ്പെന്ന് വെട്ടി ഞാലിപ്പൂന് എടുത്തോ. അതിനൊക്കെ ജനകരവിടെ പോയി. ഓൻ പുറപ്പെടുകയല്ലേ. മുക്കിയത് റെഡി ആയില്ലേ? ലേശൊരു വടിവിന്റെ കുറവുണ്ടല്ലോ. എന്തായി, സാധനം കിട്ടിയോ? നിങ്ങൾ രാത്രി 10 മണിക്ക് വിളിച്ചാൽ സാധനം ഇരുന്ന് കിട്ടുക. പിന്നെ ജനകേട്ടം പറയുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. അതാണല്ലോ പാർട്ടീൻ്റെ അജണ്ട. പാർട്ടിയിൽ ഫണ്ടൊക്കെ കുറവാട്ടോ. സാമ്പത്തികമായി ചില പ്രയാസങ്ങൾ ഉണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് നമുക്ക് പരിഹാരം കണ്ടെത്താം. സാമ്പത്തിക പ്രശ്നമില്ലടാ. എന്റെ കുട്ടി എന്നാ മതി. അല്ലേ കുട്ടോ? ഏത് കുട്ടി? നിങ്ങൾ പെണ്ണ് കാണാൻ പോവല്ലേ? പെണ്ണ് കാണാനോ? അച്ഛനൊരു അച്ഛനാണോ? അച്ഛൻ എങ്ങനെ എന്റെ മുഖത്ത് നോക്കി ഈ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നി? 125 കോടി വരുന്ന ജനങ്ങളാണ് അച്ഛാ എന്റെ കുടുംബം. അവരുടെ സങ്കടങ്ങളാണ് അച്ഛാ എന്റെ സങ്കടങ്ങൾ. അവരുടെ സ്വപ്നങ്ങളാണ് അച്ഛാ എന്റെ സ്വപ്നങ്ങൾ. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സാരിത്തുമ്പത്ത് കിടങ്ങി ആടാനുള്ളതല്ല അച്ഛാ അച്ഛന്റെ ഈ മോന്റെ ജീവിതം. അങ്ങനെ ഒരു പോങ്ങനല്ല അച്ഛാ അച്ഛന്റെ ഈ മോൻ. പോങ്ങനോ? എന്ത് പോങ്ങ? ഇതിനെതിരെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ വലിയൊരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് അച്ഛാ. ചാരതേ, ഒരൊറ്റ പോങ്ങന്മാർക്ക് ഇവിടുന്ന് ചായ പിടിച്ചു പോയത്. എല്ലാ ഇവിടുത്തെ കട്ടൻ ചായ ആർക്ക് വേണമെന്നാ? അങ്ങാടിയിൽ നല്ല കട്ടൻ കിട്ടും. ശ്രീത്തെ, കുട്ടു വാടോ. ശ്രീത്തെ, ഞാൻ ഈ ഏൽപ്പിച്ച ആളെ പോയി കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സാധനം വാങ്ങിച്ചിട്ട് ഓഫീസിലെത്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ അങ്ങോട്ട് പോകാലോ. 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കുത്താൻ ഏർക്കലില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. അമ്മിത്തണേന്റെ മുകളിലുണ്ടല്ലോ ഈള്, എടുത്ത് കുത്തി വിടരുതോ? ഒരു പുരോഗതി ഇല്ല. അല്ല ജനകേട്ടാ, ഇപ്രാവശ്യം SSLC കുട്ടികൾക്ക് സ്വീകരണം കൊടുക്കണ്ടേ? മറ്റേ പാർട്ടിക്കാരൊക്കെ കൊടുത്തു തുടങ്ങിട്ടോ. ഓല് ഫുള്ള് ഫ്ലക്സും വെച്ചാണ്. ഒരുപാട് A+ ഉണ്ട്. ഏകദേശം എല്ലാ കുട്ടികൾക്കും A+. പഞ്ചായത്തിലാകെ 5 കുട്ടികളെ പറ്റിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ തോറ്റ 5 പേരെ വെച്ച് നമുക്ക് ഗംഭീരമായ ഒരു പരിപാടി നടത്താം. അവർക്ക് പള്ള നിറച്ച് കോഴി ബിരിയാണിയും മൂന്നാറിലേക്ക് ഒരു ട്രിപ്പും. പിന്നെ അതിൻ്റെ ഒരു റെസീറ്റ് കുറ്റി അടുപ്പിക്കണം. ഇപ്പൊ എന്ത് മാറ്റർ വെക്കും? പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. പൈസ വെക്കണ്ട, നമ്മൾ സ്ഥിരം ചെയ്യുന്നതായിരിക്കും. പിന്നെ അച്ഛൻ പറഞ്ഞ പെണ്ണിന്റെ കാര്യം ചെന്ന് നോക്കണ്ടേ? അല്ല, നിങ്ങൾ പാർട്ടീന്റെ തീരുമാനം മറന്നോണ്ട് കേട്ടോ. അതൊരു ശരിയാണ്. വാ. ഈ എന്തടുത്തോടെ തരുന്നത്? ഞാൻ അടിക്കുന്ന ലോട്ടറി നോക്കാന്ന്. ഇതൊക്കെ മഹാ തട്ടിപ്പാന്ന്, ആളെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്ത് തട്ടിപ്പ്? ഇന്നലെ ഒറ്റ നമ്പറിനാ പോയത്. ഫസ്റ്റ് പ്രൈസാ? ഫസ്റ്റ് പ്രൈസ് അല്ല, 500 റുപ്യ. ഇതാക്കണ്ട, ഇതാ ഒരു കുറ്റിയങ്ങ് എടുത്തോ. ഇത് മതിയോ? ഇന്നൊരു അടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഈ നമ്പർ അടിക്കും. ലോട്ടറി അല്ലടോ, നീ നാടെ നോക്ക്.
കോലം കത്തിക്കുമ്പോ എങ്ങനെ മുണ്ട് കത്തുന്നത്? എടോ അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ട സ്ഥാനത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചാ അങ്ങനെ ഉണ്ടാവും. ആ ജനക കൊനക മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം കോലം ഞങ്ങൾ കത്തിച്ചെങ്കിൽ നിന്നെ ഞങ്ങൾ കത്തിക്കും പ്രതികാരം ചെയ്യും ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും അല്ല ജനകേട്ടാ, ആ പച്ച ഷർട്ട് ഇട്ടാളെ മറ്റേ പാർട്ടിക്കാരനല്ലേ ഇനിയോ? ഓനെങ്ങനെ ഇപ്പാർട്ടിയിലെത്തി? എടോ ആ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഓന് പാർട്ടിനോട് വാശി പിടിച്ച് വാങ്ങിച്ച സീറ്റില് ഓന്റെ പാർട്ടിക്കാർ തന്നെ ഓനെ തോൽപ്പിച്ച് ഇപ്പൊ ഇവര് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരോടൊക്കെ കൂടിയിരിക്കുക. ഇവര് സീറ്റ് കൊടുത്തന്നെ. ഞങ്ങൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളൂ. ഓർക്കുക, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തവരാണ് ഭരണരംഗത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് ജനകൻ. അവൻ ജനകനല്ല, കൊനകൻ. ആ കാട്ടാളൻ ഞങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കാം, സമരങ്ങൾ സംഘടിപ്പിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളും സമരമുറകളിലൊക്കെ ജ്വലിച്ചു നിന്നിട്ടുള്ളവരാണ്. നല്ല ജ്വലന ഇപ്പൊ ഒന്നിച്ച് കത്തിപ്പോയനെ. അല്ല ജനകേട്ടാ, നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ശ്രീ തെഞ്ഞത് പിടിക്ക്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തു നിന്നും കെട്ടുകെട്ടിച്ചിട്ടുള്ള മഹത്തായ പ്രസ്ഥാനത്തോടാണ് ഇവരുടെ ഈ പിപ്പിനീസ്. കോടിക്കണക്കിന് വരുന്ന പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷരുടെയും ഇന്ത്യ. ആ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന അണികളെ അക്രമത്തിന്റെ പാതയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. 3 ആളെ വെച്ചാ കൊണാപ്പിക്കുന്ന പോരാടുന്നു. ഓ, നിങ്ങൾ 10,000 ഉണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ പാർട്ടിയിലെ കെട്ടപ്പിനെ ചോദ്യം ചെയ്തത് രക്തച്ചാലുകൾ നീന്തിക്കറിയ പ്രസ്ഥാനമാണ് ഞങ്ങളത്. ഒന്ന് പോരാടുന്ന്. രക്തം കൊടുക്കാൻ പോയിട്ട് അവിടുന്ന് തലയേറ്റ് നേഴ്സിന്റെ മടിയിൽ വീണോല്ലടഞ്ഞി. ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും. ഈ ഇരുമുന്നണികളും അക്രമത്തിന്റെ പാതയില്ല. കേരളം ഇവർ കത്തിക്കും. കേന്ദ്ര സേനയെ വിളിക്കണം. ആക്രമികൾ 19 പ്രാവശ്യം ഒരേ സീറ്റിൽ നിന്ന് തോറ്റേനെക്കാട്ടും വലിയ അക്രമമൊന്നും ഇവിടെ ഇല്ല. എടോ ജനക, തോക്കിന്റെയും പീരങ്കിന്റെയും മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ടുണ്ടോ ഞങ്ങള്? കുട്ടു, സാധനം എടുക്കടാ. ജനകേട്ടാ, ഇനി ഒന്നും നോക്കാൻ കേട്ടോ. കുട്ടുവിന്റെ മേലെ പോലെ കൈവച്ചേ. നാളെ ഹർത്താല്. അങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ എന്നും അർത്ഥം നടത്തേണ്ടി വരും. നീ എന്തിനാണ് അങ്ങോട്ട് ഓടിപ്പോയേ? പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ഓടുക. ജനകാരനെ പറ്റി അറിയുന്നീ പറഞ്ഞാലേ ഈ കുട്ടു പ്രതികരിക്കും. ഓല് പ്രതികരിച്ചില്ലേ? ഇപ്പൊ കുട്ടു പ്രതികരിച്ചില്ലേ? കുട്ടു ഇങ്ങോട്ട് മാറിക്ക്. അതെ, പാർട്ടിന്റെ അടുത്ത് പഴയ പോലെ ഫണ്ടൊന്നുമില്ല. അടികൊണ്ട് ആശുപത്രി കിടന്നാല് എന്റെ കുട്ടൂന് നേരെ കൈവച്ച് ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. കുട്ടൂനല്ലട അണക്കും കിട്ടും. ഞാൻ വെല്ലുവിളിക്കാം. മൊയ്തീനെ പീതാവരാ വാടാ കൂട്ടു. ജയദേവ, പഞ്ചായത്ത് ഭരണം എല്ലാ കാലത്തും നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന വിചാരിക്കണ്ട. ജനക, പഞ്ചായത്ത് എല്ലാ കാലത്തും ഞങ്ങൾ തന്നെ ഭരിക്കണോ? അർദ്ധനഗ്നായി എന്നെ പൂർണ്ണനഗ്നാക്കി അഴിമതി കഥകൾ മുഴുവൻ സമൂഹത്തിന് മുന്നിൽ തുറന്നു കെട്ടണം. ആ കഥ പറയാൻ ഇനി ഉണ്ടാവില്ല. അതിന് മുന്നേ എന്നെ പച്ചയ്ക്കാൻ കത്തിക്കടാ. എടാ, നിങ്ങൾ എന്ത് രാഷ്ട്രീയം കളിക്കുന്നത്? നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക. എന്താ മനസ്സിലാക്കിയ? ഞാൻ മണ്ഡല പ്രസിഡന്റിന്റെ മണ്ടേ ഞാൻ അടിച്ചു പൊട്ടി. ഞാനൊരു പാർട്ടിയിലേക്ക് ഇല്ലാന്ന്. അതൊന്ന് പള്ളി പോയി പറഞ്ഞേ. ടിക്കറ്റിന് എന്താ വില? 40 രൂപ ഒരു ടിക്കറ്റ്. ജനക നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. കത്തിക്കളിക്കാം. നമ്മുടെ നേതാവേ മറ്റേ പാർട്ടി ജയിച്ചെന്ന് തോന്നുന്നു. ജനകന് സിന്ദാബാദ് വിളിക്കുന്ന തടിയെടുക്കല്ലേ മതിക്ക. ആ, ഒന്നും വരി. എന്തായി മോനെ, സുഖം തന്നെയല്ലേ? ഓ, മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു ഒറ്റയെടുത്തം കാരണമാണ് ഞമ്മക്ക് പഞ്ചായത്തിന്റെ ഭരണം പോയത്. കുട്ടുവോ, നമുക്ക് കവലയിൽ കരിങ്കൊടി കാണിക്കാൻ സമയമായി. വാ ചിത്തവാ. എന്താ ഇത് സവാള അരിയുന്നതിന്റെ കണ്ണുനീരാണോ അതോ അരിയാൻ ഏൽപ്പിച്ചതിന്റെ സങ്കടത്തിലുള്ള കണ്ണീരാണോ? ഇത് സവാള അരിയുന്നതിന്റെ കണ്ണീരാ. ജനകേട്ടാ, നിങ്ങളൊന്നേ സൂക്ഷിക്കുന്നത് നല്ല കേട്ടോ. എന്ത് സൂക്ഷിക്കാനോ? പിന്നെ
നമ്മൾ മുട്ടിയിരിക്കുന്ന ചെറിയ ടീമിനോടല്ല ഓൻ എന്തും ചെയ്യും. നിങ്ങളൊന്ന് കരുതിയിരിക്കണമെന്നല്ല. ഓലെ എന്ത് ചെയ്യാനോടോ? ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? അങ്ങനെ എന്തും ചെയ്യാനൊന്നും നടക്കില്ല. എനിക്ക് നല്ല പിടിപാടുള്ള ടീം തന്നെയാണ്. എനിക്ക് ഇങ്ങോട്ട് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അട്ടം പോലെ ടീം പാമ്പൊന്നല്ലത്. ശ്രീത്തെ നാളെ കല്യാണത്തിനുണ്ടോ വല്ല മാഷേ? പോണം. രാവിലെ ഒന്ന് അങ്ങോട്ട് വരും. എന്നാ ജനകേട്ടാ നാളെ രാവിലെ കാണാം. നിങ്ങൾക്കെന്താ കഴിച്ചിട്ട് കൂടാ? ഒന്നുമല്ലേ മോനെ. എല്ലാ ജയദേവ, ഈ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പാർട്ടി ഓഫീസിൽ. വീട് എത്തില്ല. എന്തിനാ വടി? എല്ലടാ, ഈ കറുത്ത് കരിവാളിച്ചു പോയല്ലോ. വെയിലല്ലമ്മേ. ഈ അച്ഛന് പ്രഷറിന്റെ മരുന്ന് വാങ്ങാൻ പോയിട്ട് ഇപ്പോഴാ വരുന്നത്? അമ്മ പാർട്ടിയുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്റെ തലയിലാ. ആണോ? പിന്നല്ലാണ്ട് അവല് കുഴച്ചത്. അവല് കുഴച്ചതോ? അല്ല, അവലോകനം, മീറ്റിംഗ് എന്ന് പറയേണ്ട സകല പദ്ധതി എന്റെ തലയിലാ. തന്നെ? അമ്മേ ഇങ്ങോട്ട് നോക്ക്. ഇന്ന് അമ്മേന്റെ പൊന്നുമോൻ ജയദേവന്റെ ഗംഭീര പ്രസംഗം ഉണ്ട് എനിക്ക് അവലയില്. ജനങ്ങളൊക്കെ ഞെട്ടിപ്പോയില്ലേ എവിടുന്ന് അങ്ങനത്തെ വാക്കൊക്കെ വരുന്നതെന്ന് വിചാരിച്ചിട്ട്. അമ്മേ 2 കൊല്ലം കഴിഞ്ഞാ ഒന്നുകിലും മന്ത്രി അല്ലെങ്കിൽ MLA. ഞാൻ ആകെ ഉറപ്പാ. അമ്മ ലേശം കട്ടൻ ചായ ഉണ്ടാക്ക്. ആ കട്ടൻ ചായ മേശപ്പുറത്തെ ചോറുണ്ട്, പോയി തിന്നോ. MLA അവിടേക്ക് എന്താച്ചാ ജനകാ? എന്താച്ചാ? ഇങ്ങോട്ട് വാടാ. ഇതാ വരുന്നച്ചാ. എടാ, ഇവൻ നിന്റെ ആരാ? കേട്ടെ ഇവനാരാ? അനിയൻ. നിങ്ങൾ അങ്ങാടി കാട്ടിക്കൂട്ടിയ തോന്നിയതൊക്കെ എല്ലാം ഞാൻ അറിഞ്ഞിരുന്നേ. ഇവിടെ 2 വയസ്സുമാരുണ്ട് എന്ന കാര്യം നിങ്ങൾ വലുത് അറിയുന്നുണ്ടോ? ഉണ്ടോ? ഒരു നേരെ ഒരു അരി കിട്ടണമെങ്കിൽ നിന്റെ അമ്മയല്ലേ അങ്ങാടി പോയി പോണത്? നിങ്ങൾ ആരും പോകണ്ടോ? ഉണ്ടോ? രാഷ്ട്രീയമൊക്കെ നല്ലതുണ്ടോ? അത് വേണ്ടാമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ നിങ്ങളൊന്നും കുടുംബം മറന്നിട്ട് കളിക്കരുതോ. അതിനൊക്കെ നിങ്ങൾ നേതാക്കന്മാരെ കണ്ട് പഠിക്കണം. ഓർക്ക് ജാതിയുമില്ല, മതമില്ല, ഒന്നുമില്ല. ഓല് ഉള്ളിൽ മുഴുവൻ സ്നേഹ. അനക്കെന്തും പറ്റിയ ഇവരും നോക്കണം, ഇവരെന്തും പറ്റിയ ഇതും നോക്കണം. അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഇനി മേലേക്ക് അങ്ങാടിയിൽ നിന്ന് ആയിക്കണമാരി കടിച്ചു കീറാൻ നോക്കിയാലേ 2 മുട്ടകളൊന്നും എൻ്റെ കൂട്ടി ഞാൻ പോയി ചോറിനോട് പോയിട്ട് പോയിക്കൊള്ളായിരുന്നു. നടക്ക് മോനെ. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. പോയിക്കൊള്ളായിരുന്നു. വാ, നടക്ക്. വാ. ജയമോനെ വാ. അവിടെ മതി. ഇരിക്ക്. ഇതാടാ എനിക്കൊരു മൂഡ് ഓഫ്. ഞാൻ ഏട്ടനാണ് നോക്കാണ്ട് വളരെ മോശമായിട്ട് ഒരു പറഞ്ഞില്ലേ. ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. വിട് വിട് വിട്. അടക്ക്. മതിയോ? മതിയോ? പോരാ, ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. മതിയോ? അമ്മ ഇതെന്താ മീന്? തേങ്ങ അരച്ചു വെച്ച മത്തിക്കറി. അച്ഛനോട് പൊറുക്കളെ എൻ്റെ മക്കളെ. മുന്നറിയിപ്പുമായി പോലീസ്. സംസ്ഥാനത്ത് അക്രമങ്ങൾ അനുവദിക്കില്ലെന്ന് പോലീസ് മേധാവി അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയും നാളെ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ പാർട്ടി ആസ്ഥാനം ആക്രമിച്ചിട്ട് ഇനി ഇവിടെ കുത്തിരിഞ്ഞ് ഉരുട്ടി വീണുങ്ങ അല്ലേ? മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കച്ചറ കൂടുന്നത്? നിങ്ങൾ ഒന്ന് പോയി പിടിക്കുന്നേ. നായൻ്റെ വാല് 12 കൊല്ലം ഓടക്കോൽ ഇട്ടാലും ഓടക്കോല് വാലില്ലാതെ നായൻ്റെ വാല് നൂരൂല.
അങ്ങനെയാ എൻ്റെ മക്കൾ ശരി. നായക്ക് ഞാൻ ചോറ് കൊടുത്തതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ കുറയ്ക്കുന്നത്? ഓ എൻ്റെ പഠിച്ചോനെ